മലയാളത്തിൽ നിന്ന് തർജ്ജമകൾ ഇപ്പോൾ വലിയ ട്രോളൊക്കെ ആയിട്ട് വരുന്നുണ്ട്. നിന്റെ പരിപ്പ് ഇവിടെ വേവില്ല എന്ന് നമ്മൾ മലയാളത്തിൽ പറയാറുണ്ട്. അത് ഇത്തവണ ഒരു പൊളിറ്റിക്കലായ ഡയലോഗായിട്ട് മാറി. യുവർ ദാൽ വിൽ നോട്ട് കുക്ക് ഹിയർ. അത് കറക്റ്റായൊരു ട്രാൻസ്ലേഷനായിട്ട് തോന്നി. അത് ഞാൻ കണ്ടു. പക്ഷെ അതിന്റെ അർത്ഥവും കൂടെ പറയേണ്ടി വരും എന്നുള്ളതാണ്. യുവർ ദാൽ വിൽ നോട്ട് കുക്ക് ഹിയർ എന്നുള്ളൊരു മലയാള ഒരു ട്രോൾ സെന്റൻസ് ആണെന്നൂടെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യേണ്ടി വരും. അല്ലാതെ ഒരിക്കലും അതിന്റെ റെലവൻസ് കൊണ്ട് അതിന്റെ ഒരു അതങ്ങനെ സംഭവിക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഈ പരിപ്പ് വേവിക്കുന്ന ആ പ്രക്രിയ റെസൊനേറ്റ് ചെയ്യുന്നില്ല. ഒന്നും നിന്റെ പരിപ്പ് ഇവിടെ വേവില്ല എന്ന് പറയുന്നത് നിന്റെ വേലത്തിലൊന്നും ഇവിടെ നടക്കുകയില്ല എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പക്ഷെ അതുപോലെ തന്നെ ഇപ്പം ഇവിടെ പച്ചരി തന്നെ അല്ലെങ്കിൽ അരിയാഹാരം കഴിച്ച് പറയുന്നവരാ എന്ന് പറയുന്നില്ലേ, അത് പറഞ്ഞുകൊണ്ട് അവിടെ വി ആർ ഓൾസോ ഈറ്റിംഗ് ദ സെയിം റൈസ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ റിലവൻസ് ഉണ്ട്. അങ്ങനെ അതുകൊണ്ട് ഇത് ഈ പരിപ്പോട് വരില്ല എന്ന് പറയുന്ന പോലെ ട്രോൾ സാധനം അതൊരു ഡിസ്ക്രൈബ് ചെയ്ത് എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടി വരും. പദാനുപത തർജ്ജമ നടക്കുകയില്ല. പദാനുപത തർജ്ജമയ്ക്ക് കാര്യമില്ല. അങ്ങനെ ഒരു ക്രിയേറ്റീവ് ഇമാജിനേറ്റീവ് റൈറ്റിംഗ് പദാനുപദം ചെയ്യുക എന്ന് പറയുന്നതാണ് ഏറ്റവും ദ്രോഹം എന്ന് പറയുന്നത്. ആ കൃതിയോട് ഒറിജിനൽ കൃതിയോട് ചെയ്യാവുന്നതിൽ ഏറ്റവും ദ്രോഹമാണ്. പിന്നെ ഈ ടാർഗറ്റ് ലാംഗ്വേജിൽ, അതായത് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുന്ന ഏത് ലാംഗ്വേജാണ് ആ ലാംഗ്വേജിലെ ടെക്സ്റ്റ് അത് വിവർത്തകന്റെ ടെക്സ്റ്റാണ്. വിവർത്തകനാണ് അതിന്റെ ഗ്രന്ഥകർത്താവ്. വിവർത്തകനാണ് ഈ സമ്മാനം കിട്ടുകയാണെങ്കിലോ അല്ലെങ്കിൽ റോയൽറ്റി കിട്ടുകയാണെങ്കിലും അതിന് പകുതി കിട്ടുന്നത്. കൃത്യമായിട്ട് അങ്ങനെയാണ്. അപ്പോൾ ആ ഒരു ഉത്തരവാദിത്വത്തോടെ മാത്രമേ വിവർത്തകൻ മുതിരാവൂ. ഈയിടെ ഒരു പ്രൊഫസർ, പേരൊന്നും പറയുന്നില്ല, ഒരു പ്രൊഫസർ ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്കും മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്കും ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ഒരാളാണ്. അത്ര വലിയ കൊമേഴ്ഷ്യലി അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഔട്ട്സ്റ്റാൻഡിംഗ് ഒന്നുമല്ല. പുള്ളി എന്നോട് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് ഇംഗ്ലീഷിലേക്ക് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ഉത്തരവാദിത്തോടെ ചെയ്യണോ, അല്ലെന്നുണ്ടെങ്കിൽ ആരൊക്കെ വായിക്കുന്ന നമുക്ക് അറിഞ്ഞുള്ളൂ എവിടെയൊക്കെ പോകുന്നത്. മലയാളത്തിലേക്ക് നമുക്ക് എന്നെ ചുമ്മാ ഈസി ആയിട്ട് ചെയ്യാമല്ലോ. ഞാൻ പറയും, നിങ്ങൾ ഈ പറയുന്നത് പ്രത്യേകം ഓർത്തോണം, നിങ്ങൾ ചെയ്യുന്ന കൃതിയുടെ കർത്താവ് നിങ്ങൾ തന്നെയാണ്, അതിൻ്റെ വിലയും ഗുണവും ദോഷവും ഒക്കെ നിങ്ങൾക്ക് തന്നെയാണ് എന്ന് സൂക്ഷിച്ച് ആ ഉത്തരവാദിത്തോടെ നിങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്യാവൂന്ന് ഞാൻ പറഞ്ഞു. നമ്മൾ മലയാളം മനസ്സിൽ വെച്ചുകൊണ്ട് ഇംഗ്ലീഷിലേക്ക് ആക്കുമ്പോഴേ വലിയ അബദ്ധങ്ങൾ സംഭവിക്കാം. ഇപ്പോൾ ഈ അടുത്ത് നമ്മളെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു, ഞാൻ എൻ്റെ വീട് തലയിൽ കൊണ്ട് നടക്കുകയാണ്. അത് ഇംഗ്ലീഷിലേക്ക് ആക്കിയപ്പോൾ അത് പദാനുപത തർജ്ജമ വന്നപ്പോഴേക്കും വലിയ വിമർശനങ്ങൾ അതിനുണ്ടാവും. അത് പക്ഷേ അത് ആ ഒറിജിനൽ തന്നെ ഒരു ഇത്തിരി കൺട്രൈവ്ഡ് അല്ലേ അത്. വാസ്തുവിനെ എൻ്റെ വീട് തലയിൽ കൊണ്ട് നടക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ മലയാളത്തിൽ പറയുന്നതാണ്, നമ്മൾ പുരയും ചുവന്നുകൊണ്ട് നടക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് പെട്ടെന്ന് നമുക്ക് ട്രാൻസ്ഫർ വരുന്നു, ട്രാൻസ്ഫറബിൾ ഇതാണെന്നുണ്ടെങ്കിൽ മുതുകത്ത് പുരയും വെച്ചുകൊണ്ട് പോകുന്നു എന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ ആ പറയുന്നത് അതുപോലെ ക്യാരിയിങ് ദ ഹൗസ് അറൗണ്ട് എന്ന് നമ്മൾ പദാനുപദം പറഞ്ഞാൽ അത് ഇംഗ്ലീഷ് അതുപോലെ കത്തണമെന്നില്ല. വാസ്തവത്തിൽ വേറൊരു കത്തുക എന്ന് പറയല്ലേ, അത് അങ്ങനെ കത്തണമെന്നില്ല. അങ്ങനെ വാസ്തവത്തിൽ ചെയ്യുന്നതും തെറ്റാണ് ആ രീതി ചെയ്യുന്നത്. അതിൻ്റെ ഒരു ഈക്വലൻസ് ഉള്ള വേറെ ഏതെങ്കിലും ഫ്രേസ് കണ്ടുപിടിച്ച് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. വാസ്തവത്തിൽ അങ്ങനെ ഭാഷയിൽ ഈ ഫ്രേസാണ് പ്രധാനപ്പെട്ട ഒരു ഓരോ ഭാഷയുടെയും ജീവനാണല്ലോ ഇത്. ഈ പറയുന്ന ഉക്തികളാണ് ഭാഷയുടെ ജീവൻ. സ്റ്റാൻഡേർഡ് ലാംഗ്വേജ് അവിടെ ഉണ്ട്. അത് പ്രത്യേകിച്ചും ഈ അച്ചടി ഭാഷ ആയാൽ പിന്നെ ഒരു സ്റ്റാൻഡേർഡ് ലാംഗ്വേജ് പത്രങ്ങളുടെ ഒരു വർത്തമാന പത്രങ്ങൾ പ്രിന്റ് ചെയ്ത് ബ്രോഡ് ഒക്കെ ഉണ്ടായി തുടങ്ങിയ പിന്നെ ഡെയിലി ഈ മനോരമ, മാതൃഭൂമി, ദീപിക പോലെയുള്ള പത്രങ്ങൾ വരുന്ന ഈ 20ാം നൂറ്റാണ്ടിന്റെ ആദ്യം ഭാഷ സ്റ്റാൻഡർഡൈസ് ചെയ്യപ്പെടുന്ന ഇതിൽ കൂടെയാണല്ലോ. അങ്ങനെ ഒരു അച്ചടി ഭാഷയുണ്ട്. ഈ അച്ചടി ഭാഷയല്ല പലരും നമ്മളിപ്പോൾ സംസാരിക്കുന്നത്. നമ്മൾ വീട്ടിലും നമ്മുടെ ചുറ്റുപാടുകളിലും നമ്മളുടെ കാരണവന്മാരോ അല്ലെങ്കിൽ അത്ര വിദ്യാഭ്യാസമില്ലാത്തവരോ സംസാരിക്കുന്ന ഭാഷയല്ല നമ്മൾ സംസാരിക്കുന്നത്. നമ്മളിപ്പോൾ നേരത്തെ MTയുടെ കഥകളാണെങ്കിലും ബഷീറിന്റെ കഥകളുമാണ് ധാരാളമായി ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നമ്മളെ പുതിയ കാലത്ത് ഇപ്പോൾ സുഭാഷ് ചന്ദ്രനെ പോലെ അങ്ങനെയുള്ള പുതിയ എഴുത്തുകാരുണ്ടല്ലോ, ഉണ്ണിയാറിനെ പോലെയൊക്കെയുള്ള അവരുടെയൊക്കെ പുതിയ കാലത്തെ എഴുത്തുകാർ മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുന്നുണ്ടോ? ശരിക്കും ഉണ്ട്. സുഭാഷ് ചന്ദ്രന്റെ മനുഷ്യരുടെ ആമുഖം EV ഫാത്തിമ വളരെ കഴിഞ്ഞ പ്രാവശ്യത്തെ JCB പ്രൈസ് വിന്നറാണ്. അവർ ചെയ്തിട്ടുണ്ട്. ഉണ്ണിയാറിൻ്റെ കഥകളുടെ ഇത് ദേവിക ചെയ്തൊരു കളക്ഷനുണ്ട്. വളരെ ശ്രദ്ധേയമായ രീതിയിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നയാളാണ് ദേവിക ചെയ്തിട്ടുള്ള ഒരു ഭയങ്കര കാമുകൻ എന്നുള്ളതിന് വൺ ഹെൽ ഓഫ് എ ലവർ എന്ന് പറഞ്ഞ ആ ടൈറ്റിൽ വന്നിരിക്കുന്നത്. അത് തന്നെ അതിനകത്ത് ട്രാൻസ്ലേഷൻ്റെ ഒരു രസകരമായ ഫ്രീഡം എടുത്ത് ചെയ്യുന്ന, ധൈര്യത്തോടെ ചെയ്യുന്ന ഒരു ഇതാണ്. ഒരു ഭയങ്കര കാമുകൻ നമ്മൾ മലയാളത്തിൽ പറയുന്നത് അങ്ങനെ. പക്ഷെ വൺ ഹെൽ ഓഫ് എ ലവർ എന്ന് തന്നെ ഈക്വലന്റ് ഒരു ഫാന്റാസ്റ്റിക് ലവർ എന്ന് വേണേൽ പറയാം. പക്ഷേ വൺ ഹെൽ ഓഫ് എ ലവർ എന്ന് പറയുമ്പോൾ ആ എടുക്കുന്ന ഒരു ധൈര്യമുണ്ട്. ആ ധൈര്യത്തിൽ അങ്ങനെ ചെയ്താലേ അതൊക്കെ ചെയ്യാൻ പറ്റുകയുള്ളൂ.